ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സ്റ്റഡി ഗ്രൂപ്പ് എപ്പിസോഡ് 5 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പിഹാൻ കുറേ ബോയ്സിനിങ്ങനെ ഇടിച്ചിടുന്നതും, അപ്പോൾ അതിൽ മെയിൻ ആളാണെങ്കിൽ എന്നൊന്നും ചെയ്യില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഈ റാങ്കിങ് സിസ്റ്റം അത് നല്ലതാണ്, എന്നൊന്നും ചെയ്യില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിഹാനാണെങ്കിൽ അവൻ്റെ കാലിനിട്ട് നല്ലൊരു ഇടി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് വരുന്ന ആ തൊപ്പിക്കാരനുണ്ടല്ലോ, എടാ ഇങ്ങനെ പണി കൊടുത്തു കഴിഞ്ഞാൽ ഇവരങ്ങ് ഇല്ലാതാവില്ലേ, നാളെ വൈബി ഫാമിലിയിലേക്ക് ബാക്കപ്പ് ഫൈറ്റേഴ്സായിട്ട് വരേണ്ട പിള്ളേരല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിഹാനാണെങ്കിൽ അത് കുഴപ്പമില്ല, ഇവർ കുറച്ചുകൂടി സ്ട്രോങ് ആവത്തേ ഉള്ളൂ എന്ന് പറയുന്ന ഇവനോട് ഈ തൊപ്പിക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ലടാ നിനക്ക് നിന്റെ അച്ഛൻ്റെ പോലെ ആവാനാണോ ആഗ്രഹമെന്ന്. ആ ടൈമിൽ ഇവൻ്റെ അച്ഛനെ കാണിക്കുന്നുണ്ട്, ആളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. പിഹാനാണെങ്കിലും അച്ഛൻ്റെ പോലെയല്ല, അച്ഛനേക്കാൾ മുകളിൽ, അതിനേക്കാൾ മുകളിലാവാനാണ് എനിക്ക് താല്പര്യമെന്ന് പറയുന്നതും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ യുഗാമിൻ്റെയും അതുപോലെ മറ്റേ സ്റ്റഡി ഗ്രൂപ്പത്തെ ആളുകളും ഇവരുടെ ഒരാളെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ആ ടൈമിൽ സെയോനാണെങ്കിൽ അല്ല നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന് എങ്ങനെ ശരിയാവുക, നമുക്കിങ്ങനെ പരിചയപ്പെട്ടാലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ലീജുനും അതുപോലെ ചോയിനിയാണെങ്കിൽ അത് ശരി നമുക്ക് പരിചയപ്പെടാന്നൊക്കെ പറഞ്ഞ് ഓവറായി സംസാരിക്കുമ്പോൾ ജിവു ആണെങ്കിൽ ഒന്ന് അടങ്ങിയിരിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു കോമാളികളായിട്ട് തോന്നുന്നതെന്നൊക്കെ പറയുന്നതും ആ സ്പെക്സുകാരിയാണെങ്കിൽ വലിയ മൈൻഡില്ലാതെ എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ജിവു ആണെങ്കിലും അല്ല ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നത്, നിനക്കെന്താ ഞങ്ങളെ കാണുമ്പോൾ വല്ല ഫൂളായിട്ട് തോന്നുന്നുണ്ടോ, വലിയ പോസൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ ഈ സ്പെക്സുകാരിയാണെങ്കിൽ ദേഷ്യത്തിൽ നിങ്ങളെ പോലെയുള്ള കാരണം ഞങ്ങളിങ്ങനെ അനുഭവിക്കുന്നതെന്ന് പറയുന്നതും ഞങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ച് ജിവു ചൂടാകുന്ന ടൈമിൽ ചോയിനിയാണെങ്കിൽ പിടിച്ചു മാറ്റാൻ നോക്കുന്നതും. അപ്പോൾ സെയോനാണെങ്കിൽ നിങ്ങൾ എന്തെങ്ങനെ പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളൊരു അൺഫെമിലിയർ ആയിട്ടുള്ള സ്കൂളിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ഞങ്ങൾക്ക് പഠിക്കണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ബോയ്സ് ആണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളോടൊരു വിരോധവും ഇല്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് ടെൻഷനിലാണ്, അതായത് ഇവിടെ നന്നായിട്ട് ബുള്ളിങ് ഉണ്ട്, അതിനൊരു സ്ട്രെസ്സിലാണെന്ന് പറയുമ്പോൾ സെയോനാണെങ്കിൽ ഇത്രയും നല്ല സ്കൂളിൽ ബുള്ളിങ്ങോ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്ന ടൈമിൽ ഈ ബോയ്സ് ആണെങ്കിൽ അതിന് ബുള്ളി ചെയ്യുന്നവർ ഈ സ്കൂളിലുള്ളവരല്ല, ആ സ്കൂളിലുള്ളവരാണെന്ന് പറഞ്ഞ് ഓപ്പോസിറ്റിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ആ സ്കൂളിൽ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ജുമീൻ എന്ന് പറയുന്ന പയ്യനെ അവിടുത്തെ പിള്ളേരിങ്ങനെ ബുള്ളി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതായത് ഈ പയ്യൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരുപാട് പൈസ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പയ്യൻ്റെ അമ്മയാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും, അത് റീആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവനിട്ടിട്ട് തല്ലിച്ചതയ്ക്കുന്നത്. അമ്മ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവരെ വിളിച്ച് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവനെ നന്നായിട്ട് അടിക്കുന്നതും. ആ ടൈമിൽ ഈ ബാഡ് ബോയിൽ ഒരുത്തനാണെങ്കിൽ അല്ലടാ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഇത് ഏതവനാന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഈ പയ്യനാണെങ്കിൽ സേനോട് പറയുന്നുണ്ട്, അവരെ കൊണ്ട് വലിയ ശല്യമാണ്, ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ജുമിൻ ഉണ്ടല്ലോ മിക്കവാറും അവൻ അവിടെ ഉണ്ടായിരിക്കും, അവനെ ബുള്ളി ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പാരൻസ് നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളല്ലേ, കംപ്ലൈൻറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന സേനോട് ഇവർ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കംപ്ലൈൻറ്റ് ചെയ്തതാണ്, അവരെ പൊക്കി ജുവനൈൽ ജയിലിലാക്കി, പക്ഷെ എന്താ കാര്യം ആ കംപ്ലൈൻറ്റ് കൊടുത്ത ആളുടെ പാരൻറ്റിനെ ഇവർ അടിച്ചിട്ട് ആളിപ്പോഴും അൺകോൺഷ്യസ് ആണെന്നൊക്കെ പറയുന്നതും. ഈ സ്കൂള് കാരണം ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൂടിയാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മാനിൽ സ്കൂൾ എന്ന് പറയുന്ന ടൈമിൽ ലിജുവിനും ജീവുവാണെങ്കിൽ മാനിൽ സ്കൂളെന്ന് ഡൗട്ടോട് കൂടി അവിടെ ചോദിക്കുന്നുണ്ട്. കാരണം ഇവർ തെറ്റി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് അയച്ചിട്ടുണ്ടായിരിക്കും ഈ സ്കൂളിൻ്റെ പേരാണെന്ന് മാത്രമല്ല യുഗാമിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും ആ സ്കൂളിലേക്കാണ് കേട്ടോ. ഇവൻ സ്കൂളിലേക്ക് വരുന്ന ടൈമിൽ അലമ്പ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ മൊത്തം പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് ആകെ കോളായിരിക്കും. എന്നാൽ ഇത് കാണുന്ന ഇവനാണെങ്കിലും ടീച്ചർ വരാൻ പറഞ്ഞ സ്കൂളാവില്ലേ, മോശമാവത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആർട്ട് സ്കൂളാണെന്ന് തോന്നുന്നു, എല്ലാം ആർട്ടിസ്റ്റുകളാണല്ലോ കൊള്ളാന്നൊക്കെ പറഞ്ഞ് സ്റ്റെയർ കേസിൽ നോക്കുമ്പോൾ ബ്ലഡ് കാണുന്നുണ്ട്. ആ ടൈമിൽ ഇവനാണെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ട് പിള്ളേർ ബ്ലഡ് വന്നതൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല, പഠിപ്പുകളുള്ള സ്കൂളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവൻ വരുന്നതും. ഇത് കാണുന്ന ഈ ബാഡ് ബോയ്സ് ആണെങ്കിൽ കണ്ടിട്ട് പൈസ ഉള്ള വീട്ടിലെ ചെക്കനാന്ന് തോന്നുന്നുണ്ട്, കുറച്ച് പൈസ ഇവൻ്റെ ഒന്ന് ഒപ്പിക്കാന്നൊക്കെ പറയുന്നതും. നീ ഏതവനാടാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ യൂസൻ സ്കൂളിൽ നിന്ന് വരിക എന്നൊക്കെ പറയുന്നതും. അതേത് സ്കൂളെന്ന് പറയുമ്പോൾ അതായത് ഇവർ കുറച്ച് ദൂരെയാണല്ലോ. അപ്പോൾ ഈ ബാഡ് ബോയ്സിൽ ഒരുത്തനാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള സ്കൂളിൽ റാങ്കിങ്ങിൻ്റെ പേരിൽ ആപ്പൊക്കെ ഉള്ളത് അതാന്ന് പറയുമ്പോൾ ശരി നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടല്ലോ, ആ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതാന്ന് പറയുമ്പോൾ നിനക്കെന്താടാ ഭ്രാന്ത് ഉണ്ടോ എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കുന്നുണ്ട്. പെട്ടെന്നാണ് താഴത്തൊരു സ്പെക്സ് കിടക്കുന്നത് ഇവൻ കാണുന്നതും. അതെടുക്കാൻ കുനിയുന്ന ടൈമിൽ പിന്നിൽ നിന്ന് വരുന്ന ഒരുത്തനാണെങ്കിൽ ഈ ഫയർ ഡിസ്റ്റിങ്വിഷർ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ യുഗാമിനല്ലേ ആള് അത് കറക്റ്റായിട്ട് തടുക്കുന്നതും ക്യാൻ അങ്ങ് ഞെണുങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും കിളി പോകുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആദ്യം മുതലേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും. പിന്നീട് യുഗാമിനെ എല്ലാവരും അങ്ങ് തല്ലുന്നുണ്ട് കേട്ടോ. ജുമിൻ്റെ കൂടെയുള്ള ബാഡ് ബോയ് ആണെങ്കിൽ എന്തൊരു ബഹളം അത്, അവന്മാരെല്ലാവരും കൂടി ചെക്കനെ കൊന്നോന്ന് പറഞ്ഞ് പുറത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ, എല്ലാവരും ഇങ്ങനെ അടി കൊണ്ട് കിടക്കുന്നതാണ് കേട്ടോ. ഇതേ ടൈമിൽ ജുമിനാണെങ്കിൽ അമ്മയെ വിളിച്ച് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ആക്ടിവേറ്റ് ആക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്ന ടൈമിലാണ് യുഗാമിൻ ഈ ബാഡ് ബോയ് ഇടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നതും. ഇത് കാണുന്ന ഇവനാണെങ്കിൽ അമ്മേ ആക്ടിവേറ്റ് ചെയ്യേണ്ട കേട്ടോ, പ്രശ്നം സോൾവ് ആയി എന്നാ തോന്നുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. യുഗാമിനാണെങ്കിൽ ഇത് തൻ്റെ സ്പെക്സ് ആണോ എന്ന് ചോദിക്കുന്നതും. ആ ടൈമിലാണ് സെയോൻ ഇവനെ വിളിക്കുന്നതും. എടാ നീ
മാനിൽ സ്കൂളിലാണോ, സ്കൂൾ മാറിപ്പോയി എന്നൊക്കെ പറയുന്ന ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്ന യുഗാമിനോട് ലീജുനാണെങ്കിൽ പിന്നെ ഫൈറ്റ് എങ്ങാനും നടന്നു, നീ മിക്കവാറും അവിടെ ഒരു കോലുകളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കില്ലോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ സെയോനാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, പിന്നെ ഇവിടുത്തെ ഒരു പയ്യൻ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, ജുമിൻ എന്നാ പേരെന്ന് പറയുമ്പോൾ എടോ എന്താ തൻ്റെ പേരെന്ന് യുഗാമിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജുമിൻ ആണെന്ന് പറയുമ്പോൾ ആൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജുമിൻ ആണെങ്കിലും അതെ ഇവരൊന്നുമല്ല, മെയിൻ ആളിപ്പോൾ വരും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ആരാണ് എൻ്റെ പിള്ളേരെ തല്ലിച്ചതച്ചെന്ന് പറഞ്ഞ് മെയിൻ ആള് വരുന്നതും. പിന്നെ നല്ലൊരു ഫൈറ്റ് അങ്ങ് നടക്കുന്നുണ്ട്. ഇത് ഫോണിലൂടെ കേൾക്കുന്ന ജിവു ആണെങ്കിൽ പ്രശ്നമായി എന്നാ തോന്നുന്നതെന്ന് പറയുമ്പോൾ മാനിൽ സ്കൂളിലത്തെ ബോയ്സ് ആണെങ്കിൽ എന്നാ കുട്ടിയോട് വേഗം തിരിച്ചു വരാൻ പറയുന്നത് ലിജുവിനാണെങ്കിൽ അയ്യോ അവന് പ്രശ്നമായി എന്നല്ല പറഞ്ഞത്, ഇടി കൊടുക്കാൻ വന്നവന്റെ കാര്യം ഇപ്പൊ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടായിരിക്കുന്നു പറയുന്നതും. അങ്ങനെ ഫൈറ്റിന് ശേഷം യുഗാമിനും ഈ പയ്യനും കൂടിയിട്ട് മാനിൽ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം സെമിനാർ നടക്കുന്നുണ്ട്. ഇവർ പരസ്പരം ഇവരുടെ ഐഡിയോളജീസ് ഒക്കെ അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോകാൻ നിൽക്കുന്ന ടൈമിൽ ഈ സ്പെക്സുകാരിയാണെങ്കിൽ ജിവുവിനോട് സോറി പറയുകയാണ്. അതായത് നേരത്തെ ഞാൻ കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ ജിവു ആണെങ്കിലും ഞാനും നിന്നോട് സോറി പറയേണ്ടതാണ്, കാരണം ഒരാളെ കാണുമ്പോഴേക്കും ജഡ്ജ് ചെയ്യുന്നത് എൻ്റെ ഒരു ഇംപ്യൂരിറ്റി ആണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന എല്ലാവരും ഇവളൊന്ന് തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ സെയോനാണെങ്കിൽ ഇംപ്യൂരിറ്റി അല്ല ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നതും ഇവൾക്കങ്ങ് ചളുപ്പാവുന്നുണ്ട് കേട്ടോ. സംഭവം എന്തായാലും മനസ്സിലായില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ ജുമിൻ എന്ന് പറയുന്ന പയ്യ യുഗാമിനോട് പറയുന്നുണ്ട് എന്നെ മനസ്സിലായോ എന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഒന്ന് തുറച്ചു നോക്കുന്നതും അതായത് ഇവർ ഒരുമിച്ച് മിഡിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പിസോഡിൻ്റെ ഫസ്റ്റിൽ തന്നെ കാണിച്ചിരുന്നു ഇവൻ ഇങ്ങനെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തരോട് വന്ന് ചോദിക്കുമ്പോൾ ഈ പയ്യൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നതും പിന്നീട് ഇവൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഇവനെയൊന്നും ആരും ഗ്രൂപ്പിൽ എടുക്കത്തില്ല, ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ആദ്യം ജനിച്ചു വരേണ്ടി വരുന്നു. അങ്ങനെ ഒരു സീനൊക്കെ കാണിച്ചിരുന്നു. താനായിരുന്നു എനിക്ക് തീരെ മനസ്സിലായില്ലെന്ന് പറയുന്ന യുഗാമിനോട് ഒരുപാട് നന്ദിയുണ്ട്, അന്ന് ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്, ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്നുമല്ലാന്ന്, ഒരു വലിയ കുളത്തിലൊരു ചെറിയ മീൻ അത്രയേ ഉള്ളൂ, എന്നേക്കാൾ നന്നായി പഠിക്കുന്നവർ എന്നോട് പെരുമാറുന്ന രീതി കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളോടൊക്കെ എത്ര മോശമായിട്ടാണ് പെരുമാറിയിട്ടുണ്ടായിരിക്കുന്ന ഒരു ചിന്തയൊക്കെ എനിക്ക് വന്നത്, ഇങ്ങനൊരു അവസ്ഥയിൽ കാണുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്ന ഇവനോട് യുഗാമിൻ പറയുന്നുണ്ട് എനിക്കന്ന് തന്നോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല, പിന്നെ കുശുമ്പൊക്കെ തോന്നിയിരുന്നു, കാരണം താൻ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലേ ആവാറെന്നൊക്കെ പറയുന്നതും. അല്ല എന്നെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന് ചോദിക്കുന്ന യുഗാമിനോട് അത് പിന്നെ താൻ ക്ലാസ്സിൽ വന്ന ടൈമിൽ തന്നെ സ്കൂളിൽ ഫസ്റ്റ് ആവണമെന്ന് പറഞ്ഞിരുന്നു, ഫുൾ ടൈം പഠിക്കുകയായിരുന്നു, അപ്പോൾ പിന്നെ എന്നെ പോലുള്ളൊരു സ്റ്റുഡൻറ്റ് തന്നെ ശ്രദ്ധിക്കാതിരിക്കില്ലല്ലോ എന്ന് പറയുന്ന ഇവനാണെങ്കിൽ തനിക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട് താൻ ഒരിക്കലും ഫസ്റ്റ് വരും, ക്ലാസ്സിൽ മാത്രമല്ല സ്കൂളിലും ഫസ്റ്റ് ആയിട്ട് വരും എന്നൊക്കെ പറയുന്നതും. യുഗാമിൻ അങ്ങ് ഇമോഷണലായിട്ട് കണ്ണിൽ വെള്ളം നിറയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ലീജുനാണെങ്കിൽ നീ കരയാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് ഓടുന്നുണ്ട്, അവൻ കരയെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും യുഗാമിൻ്റെ പിന്നാലെ ഓടുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഈ 5 അംഗ സംഘം ആവേശത്തോട് കൂടിയിട്ടൊരു ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അതായത് ഈ സ്റ്റഡി ഗ്രൂപ്പിന് ഒരു ക്ലാസ് അനുവദിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ക്ലാസ് കാണുമ്പോൾ എല്ലാ ആവേശവും പോകുന്നുണ്ട്, കാരണം പൊടിയൊക്കെ പിടിച്ച് മാറാലൊക്കെ വന്നിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഇത് കാണുമ്പോൾ സെയനും ജിവു ആണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് നിൽക്കുന്നത്. എന്നാൽ യുഗാമിനാണെങ്കിലും ഈ സെൻറ്ററിൽ ടേബിൾ വെക്കാം, അവിടെ നമ്മുടെ പ്ലാൻസ് ഒക്കെ എഴുതാമെന്ന് പറയുമ്പോൾ ഇത് കാണുന്ന ജിവു ആണെങ്കിൽ അല്ല നമ്മൾ കാണുന്നത് തന്നെയല്ലേ ഇവനും കാണുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോയിനെയാണെങ്കിൽ ഒന്ന് മാറി നിന്നേന്ന് പറഞ്ഞ് അവിടേക്ക് ഇറങ്ങി വരുന്നതും ഇവൾക്കും അതുപോലെ ലിജുവിന് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, നമ്മളെല്ലാവരും കൂടി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സൂപ്പർ ക്ലാസ് ആയിരിക്കും എന്ന് ചോയിനെ പറയുന്നതും. പിന്നീട് ഇവർ 5 പേരും ആ ക്ലാസ് നന്നായി തന്നെ വൃത്തിയാക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ചോയിനെയാണെങ്കിലോ കർട്ടൻ ഇടുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയോൻ വരുന്നതും ചോയിനെ താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് നാണൊക്കെ വരുന്നൊരു ക്യൂട്ട് സീനും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലീഹയാണെങ്കിൽ ഈ ടീച്ചേഴ്സ് റൂമിലേക്ക് വരുന്നതും ഇവൾ ആലോചിക്കുന്നത് നേരത്തെ മീറ്റ് ചെയ്ത് ഇവളുടെ സീനിയർ ഉണ്ടല്ലോ ആൾ ചോദിക്കുന്നുണ്ട് ഇത്രയും നല്ല എക്സാമിലെ മാർക്കൊക്കെ വാങ്ങിയിട്ട് നിനക്ക് ഇതുപോലത്തെ ഒരു സ്കൂളിൽ കിട്ടിയുള്ളൂ എന്ന്. അപ്പോൾ ഇവളാണെങ്കിലോ അങ്ങനെ പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, എനിക്ക് അവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നതും ഇവൾ ഈ ടീച്ചേഴ്സ് റൂമിലേക്ക് കയറുന്നത് വേസ്റ്റ് കളഞ്ഞു വരുന്ന ലീജുന് ഇത് കാണുന്നുണ്ട്. ഇവളാണെങ്കിലോ ടീച്ചേഴ്സിൻ്റെ ഹെഡിനോട് പോയി സംസാരിക്കുന്നത്, അതായത് ഡിസിപ്ലിൻ കമ്മിറ്റി വിളിക്കണം, പീഹാനെ പറ്റിയിട്ടുള്ള കുറച്ച് വയലൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, ആൾക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറയുന്ന ടൈമിൽ മോളെ നിന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ, ഇതിന് മുന്നേയും ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിന് ഞാൻ വരെ ട്രൈ ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ആ ഒരു ഫയലൊക്കെ എടുത്ത് അങ്ങ് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നുണ്ട്. ഇത് കാണുന്ന ലീഹയാണെങ്കിൽ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറേ നോക്കിയിട്ടുള്ളത് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ടീച്ചർ ഹെഡ് ആണെങ്കിൽ ഇനിയിപ്പോൾ നീ സ്കൂൾ മാറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ബെറ്റ് വെക്കാനുള്ള കോൺഫിഡൻസ് പോലും എനിക്കില്ല, താല്പര്യമില്ല എന്ന് പറയുന്ന സാറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ നിന്റെ കഴിവൊന്ന് പരിശോധിച്ചാലോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഈ സീനിവിടെ കട്ട് ചെയ്ത് സ്റ്റഡി റൂം സെറ്റപ്പ് ആക്കി എടുത്തതിൻ്റെ സന്തോഷത്തിലായിരിക്കും ഈ 5 അംഗ സംഘം കേട്ടോ. ആ ടൈമിലാണ് അങ്ങോട്ടൊരു തല തെറിച്ചവൻ വരുന്നതും ഇവനാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന റൂമായിരുന്നു, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയ കൊള്ളാന്നൊക്കെ പറഞ്ഞ് സിഗരറ്റ് വലിക്കുമ്പോൾ ഇത് കാണുന്ന ജീവന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റഡി ഗ്രൂപ്പിന് അനുവദിച്ചിട്ടുള്ള ക്ലാസ് ആണെന്ന് പറയുന്ന ടൈമിൽ ഈ പയ്യനാണെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് യുഗാമിനോട് താലല്ലേ യുഗാമിൻ 10th ഗ്രേഡിലെ ഫൈറ്റ് റാങ്ക് ലിസ്റ്റിൽ നീയാണല്ലോ ഒന്നാമത്, പക്ഷേ പഠിപ്പിൻ്റെ കാര്യത്തിൽ
പൂജയാണല്ലേ, ഒരു ലൂസർ ആണല്ലേ എന്നൊക്കെ പറയുന്ന ടൈമിൽ യുഗാമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അടിക്കാൻ വരുന്ന ടൈമിൽ ഇവനെ തടയുന്ന സെയോനാണെങ്കിൽ നിനക്കറിയത്തില്ല, ആള് റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ഫസ്റ്റാണ് 10th. അതുകൊണ്ട് തന്നെ ആളെ തൊട്ട് കഴിഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി വേണമെങ്കിലും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇവനൊന്ന് അടങ്ങുന്നുണ്ട് കേട്ടോ. അതായത് റാങ്കിങ് ലിസ്റ്റ് സ്കൂളുകാർ പറയുന്നതാണ്, ഫൈറ്റിംഗ് ലിസ്റ്റ് അത് ഇവരുണ്ടാക്കിയ ആപ്പിൽ പറയുന്നതാണല്ലോ. അല്ല സെയോനെ, നീയും ഇവരുടെ കൂടെ ഉണ്ടോ? അതെന്തായാലും നന്നായി, ഇവർക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ജീവിക്കാലോ. അയ്യോ അറിയത്തില്ലേ, ഇവൻ ഭയങ്കര ദരിദ്രവാസി എന്നൊക്കെ പറഞ്ഞ് സെയോനെ കളിയാക്കുന്ന ടൈമിൽ യുഗാമിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ലീഹ് അങ്ങോട്ട് വരുന്നതും ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്ജക്റ്റ് മാറ്റുന്നുണ്ട്. ടീച്ചറെ, ഈ സ്റ്റഡി ഗ്രൂപ്പിനെ കാണാൻ വന്നതാ, ഇവരെനിക്ക് നല്ലൊരു എതിരാളികളാണല്ലോ, അപ്പം ശരി നിങ്ങൾ നന്നായി പഠിക്കുക, ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു പോകുന്നതും യുഗാമിനാണെങ്കിൽ ഈ മിഡ് ടേം എക്സാമിന് എത്ര സമയമുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ ഇപ്പോൾ ചോദിക്കാൻ കാരണം എന്ന് സെയൻ തിരിച്ചു ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് അവൻ എന്തായാലും പഠിപ്പിച്ച് തോൽപ്പിക്കണമെന്ന് യുഗാമിൻ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാകുന്നുണ്ട്. പിന്നീട് ലീഹയാണെങ്കിൽ പഠിക്കുന്നതിന് മുന്നേ റാങ്കിങ്ങിൽ നിങ്ങൾ എത്രാമത്തെ സ്ഥാനത്താണെന്ന് അറിയണം, അതിനനുസരിച്ച് വേണം പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആദ്യം ജിവുവിൻ്റെ പോയിന്റും അതുപോലെ റാങ്കിങ് ആണ് പറയുന്നത്. ഇവൾക്ക് 180 ആണ്, 220 റാങ്കിങ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യുഗാമിനാണെങ്കിൽ അമ്പോ എന്ന് പറയുമ്പോൾ എന്ത് അമ്പോ എന്ന് ഇവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ലീജുനാണെങ്കിൽ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലീജുൻ്റെ റാങ്കിങ് ആണ് പറയുന്നത് 132 ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിവു ആണെങ്കിൽ അയ്യേ ഇവനേക്കാളും കുറവാണോ എനിക്കെന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നീട് ചോയിനയുടെ റാങ്ക് 162 ആണെന്ന് പറയുമ്പോൾ ജിവു ആണെങ്കിൽ ഇവളെ കണ്ടാൽ തോന്നുന്നു ഇത്രയ്ക്ക് റാങ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന യുഗാമിനാണെങ്കിൽ വാവ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. യുഗാമിൻ്റെ റാങ്ക് 220 219 ആണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിവു ആണെങ്കിൽ അതെന്തായാലും കോമഡി ആയിട്ടുണ്ട്, എങ്ങനെ ഒപ്പിച്ചു എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ ഇവന് ഫീലൊന്നും ആവുന്നില്ല കേട്ടോ. പിന്നീട് സെയോൻ്റെ റാങ്കാണ് പറയുന്നത്, ഈ സ്കൂളിൽ തന്നെ 220 രണ്ടാമത്തെ റാങ്കാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിവും അതുപോലെ ലിജുനും ആണെങ്കിൽ എടാപ്പം നീ കാണുന്ന പോലെ അല്ലല്ലോ, ഒരു അൽപ്പടിപ്പിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചോയിനെയാണെങ്കിലും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട്. ടീച്ചറാണെങ്കിലും യുഗാമിനോട് തൻ്റെ സ്കോർ വളരെ കുറവാണെന്ന് പറയുമ്പോൾ ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് അത്ഭുതം സംഭവിച്ചിട്ടും മാറാലോ എന്ന് പറയുന്ന യുഗാമിനോട്, മോനെ മാർക്കിൻ്റെ കാര്യത്തിൽ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ മാർക്ക് കൂടത്തുള്ളൂ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു സ്കൂളിൽ, അതുകൊണ്ട് ഇനി മുതൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ ഇവിടെ പറയുന്നതും പിന്നീട് ഇവർ തിരിച്ചു പോകുന്ന ടൈമിൽ ലീജുനാണെങ്കിൽ നേരത്തെ നമ്മുടെ ലീഹ ടീച്ചറും ടീച്ചേഴ്സിൻ്റെ ഹെഡും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആ സാർ ഇവളോട് നിന്റെ കഴിവൊന്ന് പരിശോധിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അതിനുശേഷം പറയുന്നത് സ്റ്റഡി ഗ്രൂപ്പ് എന്തോ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടല്ലേ, സംഭവം എന്തായാലും കൊള്ളാം, ഒരു കാര്യം ചെയ്യുക, ഈ മിഡ് ടേം എക്സാം കഴിയുമ്പോൾ അവരുടെ എല്ലാവരുടെയും റാങ്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 10 റാങ്ക് കൂടുതൽ മുന്നോട്ട് വരട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കഴിവ് സമ്മതിച്ചു തരാം, ഇതൊക്കെ എന്തെങ്കിലും പ്രൊസീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നതും ലീഹ അപ്പം തന്നെ ഓക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജിവു ആണെങ്കിൽ എങ്ങനെ കൂടാനാണ്, ഇത് കേൾക്കുമ്പോൾ യുഗാമിനോട് എനിക്ക് കുശുമ്പ് തോന്നുമെന്ന് പറയുമ്പോൾ യുഗാമിൻ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ. അതായത് ഓൾറെഡി റാങ്ക് ഏറ്റവും താഴെയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിശ്രമിച്ചാൽ തന്നെ ഒരു 10 റാങ്ക് മുന്നിൽ അങ്ങ് വന്നോളൂല്ലോ. ചോയിനിയാണെങ്കിലോ 10 റാങ്ക് മുന്നിൽ വരണം എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ സെയോൻ്റെ കേസോ, സെയോൻ അപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നതും ഈ ടൈമിലാണ് സെയോൻ ഒരു മെസ്സേജ് വരുന്നതും ഇവനാണെങ്കിൽ എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടുന്നുണ്ട്. എടാ തബോക്കി കഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും ഓടുന്നുണ്ട്. അതായത് ഇവൻ്റെ അച്ഛനാണ് കേട്ടോ ഇവനെ വിളിക്കുന്നത്, എടാ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ സൈറ്റിലേക്ക് വരണം, പണി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതിന് പോലും നിനക്ക് വയ്യെന്നൊക്കെ പറഞ്ഞ് ആൾ കോള് കട്ട് ചെയ്യുന്നതും പാവം ഇവൻ ആലോചിക്കുന്നത് പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇംഗ്ലീഷിൽ ഇവന് 100ൽ 100 കിട്ടുന്നുണ്ട്. ഇവനാണെങ്കിൽ നല്ല സന്തോഷിക്കുന്ന ടൈമിൽ ഇത് ക്ലാസ്സിലുള്ള ഒരു കുശുമ്പ് പയ്യനെ പിടിക്കുന്നില്ല കേട്ടോ. ഇവൻ ഇനി വേറെ വല്ല സീനിൽ വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും വീട്ടിലേക്ക് ഇവൻ സന്തോഷത്തിൽ പോകുമ്പോൾ കാണുന്നത് എന്താ, അച്ഛനും അമ്മയും കൂടിയിട്ട് വഴക്ക് കൂടുന്നതും പോലീസൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, അയൽവാസികളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പാവം കുഞ്ഞു സേന അങ്ങ് തകർന്നു പോകുന്നുണ്ടെന്ന് മാത്രമല്ല ആ കുശുമ്പ് പയ്യനും അങ്ങോട്ട് വരുന്ന പിള്ളേരും ആണെങ്കിൽ ഇവനെ കളിയാക്കുന്നുണ്ട്. അതിനുശേഷം പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ ഇത് വലിയ വീട്ടിലത്തെ പിള്ളേർ കളിക്കുന്നത്, നീ ഇവിടെയൊന്നുമല്ലല്ലോ താമസിക്കുന്നത്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിച്ച് ഇവനെ പറഞ്ഞയക്കുന്നതും അങ്ങനത്തെ ഒരു സീനൊക്കെ ആലോചിച്ചെടുത്ത് വരുന്ന ടൈമിലാണ് അങ്ങോട്ട് കറക്റ്റ് ചോയിനെ എത്തുന്നതും. ആഹാ ആരെയോ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വഴിക്കാണ് പോകുന്നത്, ഞാനും ഈ വഴിക്കാണ്, നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും ഒന്ന് മടിക്കുന്നതും വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് സേവൻ അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ താങ്ക്സ് പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്ന സേവനോട്, അല്ലാന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നല്ലോ, ശരിക്കും ഈ ടെൻഷൻ ഇല്ലാതെ താൻ കാരണം എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റിയത്, താൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എല്ലാം കോളാക്കിയെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അതല്ലേ, ശരിക്കും ഞാനല്ല യുഗാമിനാണ് ബെസ്റ്റ്, അവനെല്ലാ ഗുണ്ടകളൊക്കെ തുരത്തി ഓടിച്ചത്, ആൾക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ആളൊരു കോമിക് ബുക്കിലെ മെയിൻ ക്യാരക്ടറാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് സൈഡ് റോളൊക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ട് കഥാപാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചോയിനിയാണെങ്കിൽ അതെ നീ നിന്നെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസിപ്ലിൻ കമ്മിറ്റി റൂമിലുള്ള ആ ഒരു വീഡിയോ നശിപ്പിച്ചത് നീയല്ലേ, അത് ചെറിയ കാര്യമൊന്നുമല്ല, യുഗാമിൻ സൂപ്പറാണ്, എന്നാൽ അത്
അതുപോലെ തന്നെ താനും സൂപ്പറാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്ന് ചോദിക്കുന്ന സെയോനോട് ശരിക്കും എന്ന് ഇവള് പറയുന്നതും ഇവനൊരു നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് നേരത്തെ ഇവരുടെ സ്റ്റഡി റൂമിലേക്ക് വന്ന ആ റാങ്ക് 1 ആയിട്ടുള്ള ഹോമിനും ഇവളുടെ ക്ലാസ്സിലുള്ള ആ അലമ്പ് പെണ്ണും ഇവരെ കാണുന്നുണ്ട്. ആഹാ, ഈ ദരിദ്രവാസികൾ ഇത് എങ്ങോട്ട് പോവാന്ന് ചോദിച്ച് ഇവനെ പിടിച്ചു വലിച്ച് ഇവൻ അടിക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ചോയിന് ശരിക്കും പേടിക്കുന്നുണ്ട്. ഈ ദരിദ്രവാസി അല്ലാണ്ട് നിനക്ക് വേറെ ആരും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നിർത്തുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അലമ്പ് പെണ്ണാണെങ്കിൽ നിന്നെ ഞാൻ അന്നേ നോക്കി വെച്ചതാണെന്ന് പറഞ്ഞ് ഇവളെനിയും പിടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൊച്ചെ ഇവൻ്റെ പിന്നാലെ നടന്ന വെള്ളം പോലും വാങ്ങി തരത്തില്ല, അതിനുള്ള കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നതും സെയോനാണെങ്കിൽ ഇവനെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഓഹോ, ഒരു പെണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഹീറോ ആവാൻ ശ്രമിക്കുകയാണ്, നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ലവ് എന്നൊക്കെ പറഞ്ഞ് തല്ലുന്നതും അതിനുശേഷം സെയോനോടെ കൂടെ ഞങ്ങളൊന്ന് ചില്ല് ചെയ്തിട്ട് വരാം, നീ ഇവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ ടൈമിലാണ് ആരും പ്രതീക്ഷിക്കാതെ യുഗാമിൻ അങ്ങോട്ട് എത്തുന്നതും ഇവൻ്റെ നെറ്റിയിലൊന്നിങ്ങനെ ഇടിക്കുന്ന ടൈമിൽ ഇവൻ അങ്ങ് തെറിച്ചു വീഴുന്നുണ്ട്. ഹോമിനാണെങ്കിലും നീ എന്തേ ചെയ്തത്, ഇതെങ്ങാനും സാറുമാർ അറിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഞാൻ അടിച്ചതല്ലല്ലോ, നമുക്ക് ജസ്റ്റ് റോക്ക് പേപ്പർ സിസർ കളിക്കാം, തോൽക്കുന്ന ആൾക്കിതേ ഇങ്ങനെ ഡിം എന്ന് പറഞ്ഞിട്ട് ഇടിക്കാമെന്ന് പറയുന്നതും ഇവൻ്റെ ഇടിയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഹോമിനാണെങ്കിൽ ഈ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ വരുന്നതും അത് കൈകൊണ്ട് തടുക്കുന്ന യുഗാമിനാണെങ്കിൽ ദേ പേപ്പർ റോക്ക് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും തല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നല്ല തല്ലിന് ശേഷം ഇതൊക്കെ തന്നെ ഈ ഗേൾസ് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് ഫോട്ടോ എടുക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ ഫോണൊക്കെ അങ്ങ് തട്ടിപ്പറിച്ച് ഇവൻ വാങ്ങുന്നതും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നീട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ സെയോനാണെങ്കിൽ ചോയിനിയോട് സോറി പറഞ്ഞ് ഇവനോട് ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. പിന്നാലെ വരുന്ന യുഗാമിനാണെങ്കിൽ അവർ നിന്നെ ലൂസേഴ്സ് എന്ന് വിളിച്ചല്ലേ, നീ അത് കാര്യമാക്കേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഇവൻ യുഗാമിനോട് ഒന്നും പറയാതെയാണ് അവിടെ നിന്നും പോകുന്നത്. അതായത് ഇവന് ഫൈറ്റൊന്നും തിരിച്ച് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമമൊക്കെയുണ്ട്. ഈ വിഷമമായിട്ട് അവൻ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ലും കിട്ടുന്നുണ്ട്. നിനക്ക് സൈറ്റിലേക്ക് വിളിച്ചാൽ വരാൻ പറ്റത്തില്ലേ, ഈ കടമൊക്കെ നീ എങ്ങനെ തീർക്കാനാന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് തീർക്കാമെന്ന് പറഞ്ഞില്ലേന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിലും നിൻ്റെ അമ്മ വരുത്തി വെച്ച കടങ്ങളാണെന്ന് പറയുന്നതും എൻ്റെ അമ്മയാകുന്നതിന് മുന്നേ അവർ നിങ്ങളുടെ ഭാര്യയായിരുന്നു, ഞാൻ വരുത്തി വെച്ച കടമൊന്നുമല്ല, എന്നിട്ട് ഞാൻ വീട്ടാന്ന് പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് സമാധാനം തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങുന്ന ടൈമിലാണ് കറക്റ്റ് യുഗാമിൻ അങ്ങോട്ട് വരുന്നതും. സംഭവം പന്തികേടല്ല എന്ന് മനസ്സിലാക്കുന്ന യുഗാമിനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോയാലോ, എനിക്ക് കർഫ്യൂ ഉണ്ട്, 10 മണിക്ക് ശേഷം കയറി കഴിഞ്ഞാൽ അമ്മയുടെ നിന്ന് നന്നായി ചീത്ത കേൾക്കും, നമുക്ക് അതിന് മുന്നേ പോകാമെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ എങ്ങനെ പോകും, ടാക്സി വിളിക്കേണ്ടി വരില്ലേ, അത്യാവശ്യം പൈസയാവും, മിനിമം 10,000 രൂപയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ യുഗാമിനാണെങ്കിൽ അതിനെന്താ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സെയോനാണെങ്കിൽ അതാണ് കാര്യം, ഈ പറഞ്ഞ പൈസ എൻ്റെ എടുക്കാനില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ട്, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, എക്സാം അല്ലേ വരുന്നത്, നീ നന്നായി പഠിക്കുമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നതും യുഗാമിന് നല്ല വിഷമം വരുന്നുണ്ട്. ആ ടൈമിലാണ് ഫോണിൽ 25 മിനിറ്റേ ഉള്ളൂ 10 മണിയാവാന്നുള്ളൊരു മെസ്സേജ് വരുന്നതും സെയോനാണെങ്കിലും ഇവൻ്റെ വീടിൻ്റെ പരിസരത്ത് കൂടെ ഹോമിൻ നടക്കുന്നത് കാണുന്നുണ്ട്. ഇവൻ പേടിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്ന യുഗാമിനാണെങ്കിൽ ആലോചിക്കുന്നത് ഇന്ന് സെയോനുമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ മുന്നേ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവൻ നോക്കുന്ന ടൈമിൽ 10 മണിയാകാൻ ഇനി 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇതേ ടൈമിൽ സെയോനാണെങ്കിൽ ആരുടെ മുന്നിൽ പെടരുതെന്ന് വിചാരിക്കുന്നു അവൻ്റെ മുന്നിൽ തന്നെ കറക്റ്റായിട്ട് പെടുന്നുണ്ട്. ഈ ഹോമിനാണെങ്കിലും ഇന്നേ നിന്നെ തല്ലിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, ഇങ്ങോട്ട് വന്നേ കുറച്ച് തല്ല് തരാനുണ്ടെന്ന് പറയുന്നതും ആദ്യം പേടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് സെയോനാണെങ്കിൽ ദേഷ്യത്തിൽ ഇന്ന് മൊത്തം എനിക്ക് അടി കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹോമിനാണെങ്കിൽ അതാ പറഞ്ഞ് ബാക്കി കൂടി ഞാൻ തരാമെന്നൊക്കെ പറയുന്നതും ആ ടൈമിൽ ഇവനൊരു കോള് വരുന്നുണ്ട് കേട്ടോ. നിൻ്റെ അച്ഛനായിരിക്കും, കോൾ എടുത്തോ, എന്തായാലും അവസാനമായിട്ട് മോനോട് സംസാരിക്കാൻ വിളിച്ചതല്ലേ എന്നൊക്കെ പറയുന്നതും ഇവൻ കോൾ എടുക്കുന്നുണ്ട്, ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് ഹോമിൻ അടിക്കുന്ന ടൈമിൽ ആ അടിയൊക്കെ അങ്ങ് മിസ്സാകുന്നുണ്ട് കേട്ടോ. ഇവനൊരു ഫൈറ്ററെ പോലെ അതൊക്കെ മിസ്സാക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹോമിനാണെങ്കിൽ വണ്ടർ അടിക്കുന്നതും സംഭവം എന്താന്ന് വെച്ചാൽ മറ്റൊരു റൂഫ് ടോപ്പിൽ നിന്നിട്ട് യുഗാമിനാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യ് ലെഫ്റ്റിലേക്ക് തിരിയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെഡ്സെറ്റ് വഴി ഇത് കേട്ടിട്ടാണ് സെയോൻ അങ്ങനെ ചെയ്യുന്നത്. ഇവന് പേടിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ യുഗാമിനാണെങ്കിലും നിനക്ക് വിൻ ചെയ്യേണ്ടേ അടിക്കുന്നൊക്കെ പറയുന്നതും അങ്ങനെ 2-3 അടി ഈ ഹോമിനിട്ട് കൊള്ളുന്നുണ്ട്. ഈ ഒരു സീനുമായിട്ട് കമ്പയർ ചെയ്ത് കാണിക്കുന്നത് പണ്ട് സ്കൂളിൽ ഇവൻ എക്സാം കഴിഞ്ഞിട്ട് എല്ലാ ആൻസറും ഇങ്ങനെ തെറ്റാണെന്ന് മാർക്ക് ചെയ്യുന്നതും. അപ്പോൾ അവിടെ പറയുന്നുണ്ട് എല്ലാം ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് നമ്മുടെ എല്ലാ പരിശ്രമവും തെറ്റാവുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരവസരം നമുക്ക് വരും, അത് ശരിയായിരിക്കുമെന്ന് പറയുന്നതും. ഇതേ ടൈമിൽ സെയോനാണെങ്കിൽ ദേഷ്യം വന്ന് ഈ ഹോമിൻ അങ്ങ് തിരിച്ചടിക്കുന്നതും ഇവൻ്റെ ഒരു ഒറ്റ പഞ്ചിൽ ഹോമിൻ അങ്ങ് താഴത്ത് വീഴുന്നുണ്ട്. സെയോന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. യുഗാമിൻ എത്തുമ്പോൾ എന്താ കാണുന്നത്, സെയോൻ്റെ അടി കൊണ്ട് വീണ് കിടക്കുന്ന ഹോമിന്. സെയോനാണെങ്കിലും ഞാനിത് ചെയ്തു എന്നുള്ള തരത്തിൽ ചിരിക്കുന്നതും ഇത് കാണുന്ന യുഗാമിനും ചിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ്